നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേക്ഷന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വടക്കാഞ്ചേരി. മാലിന്യ മാഫിയയുടെ വലയിൽ നഗരസഭ. വമ്പന്മാർക്കെതിരെ ചെറുവിരനക്കാനാകുന്നില്ല നഗരസഭയ്ക്ക്. സംസ്ഥാന പാതയിൽ പട്ടിച്ചിറക്കാവ് പാടശേഖരത്തിൽ ദുർഗന്ധപൂരിതമായ ലോഡ് കണക്കിന് ദ്രവമാലിന്യം തള്ളിയ നിലയിൽ. കക്കൂസ് മാലിന്യമെന്ന് ജനങ്ങൾ, ഹോട്ടൽ വേസ്റ്റ് എന്ന് നഗരസഭയ്ക്ക് സംശയം. ക്ലോറിനേഷൻ നടത്തിയിട്ടും ദുർഗന്ധം വമിക്കുന്നു മേഖലയിൽ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് റെയിൽവേ. ജനവാസ മേഖലയിൽ ജീവിതം ദുസ്സഹം. മാലിന്യ പുകപടലങ്ങൾ നിറഞ്ഞ മേഖല. യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായെ ജയിലിൽ മറ്റു പ്രതികൾ മർദ്ദിക്കുകയാണെന്ന് ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്ത്. മുടിയും താടിയും മുറിച്ചതിൽ പ്രതിഷേധം. മകനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെന്നും വെളിപ്പെടുത്തൽ. ഷഹീൻ ഷാ റിമാൻഡിലായത് മദ്യലഹരിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. റേഷൻ കടയുടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച തിങ്കളാഴ്ചയിലെ അനിശ്ചിതകാല പണിമുടക്ക് സമരം. തലപ്പള്ളി താലൂക്കിലെ 129 റേഷൻ കടകളും അടഞ്ഞുകിടക്കും. സമരപ്രഖ്യാപനം നടത്തി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും രംഗത്ത്. കമ്മീഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായി ശമ്പളം നൽകണമെന്നും ആവശ്യം. സമരം പിൻവലിപ്പിക്കാൻ ഊർജിത ശ്രമവുമായി സർക്കാർ. വാതിൽപ്പടി കരാറുകാർ സമരത്തിൽ നിന്ന് പിന്മാറി. കേന്ദ്ര സർക്കാർ പൊതുവിതരണ രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി റേഷൻ കട എന്ന മഹനീയ മുന്നേറ്റത്തെ അപ്പാടെ തകർക്കുന്നതാണെന്ന് വ്യാപാരികൾ. പദ്ധതി നടപ്പിലായാൽ ഇനി റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കില്ല. പകരം ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തിനൊത്ത പണം ബാങ്ക് അക്കൗണ്ടുകളിൽ. പോണ്ടിച്ചേരിയിൽ നൽകുന്നത് 1 കിലോ അരിക്ക് 22 രൂപയും ഗോതമ്പിന് 16 രൂപയും. കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ചാലക്കുടി അടക്കം 14 താലൂക്കുകളിൽ. ദേശീയ സമ്മതിദായക ദിനാഘോഷം. ജില്ലയിൽ വിവിധ പരിപാടികൾ. കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുതിർന്ന വോട്ടറായ 107 വയസ്സുകാരിയെ ആദരിച്ചു. തേക്കൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുര നടയിൽ നിന്ന് സൈക്കിൾ റാലി. അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. 15 യുവ വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് കൈമാറി. സമ്മതിദായക പ്രതിജ്ഞ നടന്നു. മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ പോരാട്ടവുമായി ഡിവൈഎഫ്ഐ. മുണ്ടത്തിക്കോട് ഗ്രാമസഭാ ഹാളിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VP ശരത്ത് ഉദ്ഘാടനം ചെയ്തു. വെളപ്പായ ചൈന ബസാറിൽ വിഷപ്പുല്ല് കഴിച്ച് പശുക്കൾ ചത്ത കർഷകനെ സ്നേഹ കരുതലൊരുക്കി നാട്. നിർധന കുടുംബത്തെ ചേർത്ത് പിടിച്ച് സംഘടനകൾ. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര വ്യവസായ യൂണിറ്റിന് കീഴിലെ സംഘങ്ങൾ നൽകിയത് ജേഴ്സി പശു. കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ 2 പശുക്കളെ വാഗ്ദാനം ചെയ്തു. കാലിത്തീറ്റ സൗജന്യമായി നൽകി. കുഴിപ്പറമ്പിൽ രവിയുടെയും കുടുംബത്തിന്റെയും ജീവിത പ്രാരാബ്ധം അകറ്റുമെന്ന് പ്രഖ്യാപനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംകര ചപ്പാറയിൽ നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയെ ചൊല്ലി വിവാദ കൊടുമുടി. 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംരക്ഷിത സർക്കാർ വനഭൂമിയിലാണെന്ന് സ്ഥിരീകരിച്ച വനം വകുപ്പ്. സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നതായും പ്രഖ്യാപനം. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ. കെട്ടിടം വ്യവഹാര നടപടികളിലേക്ക്. പീച്ചിവാഴാനി ടൂറിസം കോറിഡോർ പ്രവൃത്തി അതിവേഗം അന്തിമഘട്ടത്തിലേക്ക്. നടപ്പിലാക്കുന്നത് കിഫ്ബി മുഖേന 62 കോടി രൂപയുടെ പദ്ധതി. സാങ്കേതികാനുമതി ലഭിച്ചത് 58.80 കോടി രൂപയ്ക്ക്. പുന്നമ്പറമ്പ് സെന്ററിന്റെ മുഖച്ഛായ തന്നെ മാറുന്നു.
മച്ചാട് മാമാങ്കത്തിനു മുമ്പ് നവീകരണം പൂർത്തിയാക്കും. MLA സേവ്യാർ ചിറ്റിലപ്പള്ളി പ്രവർത്തന പുരോഗതി വിലയിരുത്തി. CPM ജില്ലാ സമ്മേളനത്തിന്റെ ആവേശ നിറവിലേക്ക് തൃശൂർ. ഫെബ്രുവരി 9 മുതൽ 11 വരെ കുന്നംകുളത്ത് സമ്മേളനം. സംഭാവനയായി കർഷകന്റെ വേറിട്ട സമ്മാനം. 32 കിലോ തൂക്കമുള്ള ചേനയും 35 കിലോ അരിയും നൽകി എങ്കക്കാട് സ്വദേശി N കരുണാകരൻ. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PL സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. തിരൂർ വടക്കുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കുറുമ്പ് കാട്ടി ആന. ദുർഗാദാസനാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ അതിവേഗം തളച്ചത് നാശനഷ്ടം ഒഴിവാക്കി. കൊമ്പനെ സ്നേഹവലയം തീർത്ത് പാപ്പാന്മാർ. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിന്റെ തമിഴ് പ്രതി സ്വന്തം കൈപ്പടയിൽ പകർത്തി കരുമത്ര സ്വദേശിനി. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാടിന്റെ ഭാര്യ റേച്ചൽ വിജുവാണ് വിശ്വാസികളുടെ കയ്യടി നേടിയത്. MBA ബിരുദധാരി തമിഴ്നാട് സ്വദേശിനി. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ.